ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിനക്ക് നിന്റെ ദിവസത്തിന്റെ 8 മണിക്കൂറാണ്, കാൽഭാഗമാണ് സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാൽ നിനക്കതാണ് ഉത്തമം. നിന്റെ കാൽഭാഗത്തെക്കാളും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാൽ അതാണ് നിനക്ക് ഉത്തമമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സ്വഹാബി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്നാൽ എന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗം സ്വലാത്തിന് വേണ്ടി ഞാൻ നീക്കിവെക്കട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് പകുതി ഭാഗമാണ് നീ സ്വലാത്ത് ചെല്ലുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇതിനേക്കാളും കൂടുതൽ നീ സ്വലാത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ അതാണ് നിനക്ക് നല്ലത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോഴാണ് ആ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ്, എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവിതം മുഴുവനും അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മാറ്റിവെക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു കൊടുക്കുന്നത്. ഇദൻ തുഖ്ഫാ ഹമ്മുക വതുഗ്ഫറു ദുനൂബുക വതുഗ്ഫറു ദംബുക. നിന്റെ ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നീ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ പിന്നെ നോ ടെൻഷൻ, ടെൻഷൻ ഫ്രീ ലൈഫ്. ഷുഗർ ഫ്രീ എത്ര പിന്നെ ആൽക്കഹോൾ ഫ്രീ സ്പ്രേകളുണ്ട്, പിന്നെ ഷുഗർ ഫ്രീ ജ്യൂസുകളുണ്ട്. അതേപോലെ ടെൻഷൻ ഫ്രീ ലൈഫ്, ദുഃഖമില്ലാത്ത ജീവിതം, വിഷമമില്ലാത്ത ജീവിതം, സന്തോഷത്തിന്റെ ദിനരാത്രങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്കത് മതി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജീവിത വിജയം എങ്ങനെ ലഭിക്കും? തുഖ്ഫാ ഹമ്മുക, നിന്റെ വിഷമം നിനക്കില്ലാതെയാവും, ജീവിതത്തിൽ സമാധാനമുണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വതുഗ്ഫറു ദംബുക, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് കഅബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു പറഞ്ഞു. ജീവിതം സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കണം, ജീവിതം സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കുമ്പോ ജീവിതത്തിൽ സമാധാനമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുഖമാകെ സന്തോഷിച്ചിട്ട് സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് പ്രസന്നമായിരിക്കുകയാണ്. നബി തങ്ങളുടെ മുഖം ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. വഅസാരീറു വജ്ഹിഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തിന്റെ കവിളുകൾ, റസൂലുള്ളാഹി തങ്ങളുടെ കവിൾ തടങ്ങൾ പ്രകാശിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു സ്വഹാബി ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മാ റഅയ്തു അത്യബു നഫ്സൻ വലാ അദ്ഹറു ബശറാ, മാ റഅയ്തുക അത്യബ നഫ്സൻ വലാ അദ്ഹറു ബശറാ. നബിയേ, അങ്ങയെ ഇന്നത്തെ ദിവസത്തെക്കാൾ പ്രസന്നവദനനായി, സുസ്മേരവദനനായി, പുഞ്ചിരി തൂകി സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ തിളക്കമാർന്ന മുഖം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് കണ്ടതുപോലെ വേറൊരു ദിവസത്തിലും ഞാൻ കണ്ടിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വമാലി, ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കും? വമാലി ലാ തത്വീബു നഫ്സി, എന്റെ ശരീരത്തിന് എങ്ങനെ സമാധാനം ലഭിക്കാതിരിക്കും? എന്റെ ശരീരത്തിന് എങ്ങനെ ശാന്തി ലഭിക്കാതിരിക്കും? സന്തോഷം ലഭിക്കാതിരിക്കും? വയൽഹറു ബശരി, എന്റെ തൊലി എങ്ങനെ പ്രകാശിക്കാതിരിക്കും? വഇന്നമാ ഫാറഖനി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോ ഇവിടുന്ന് വിട്ടിട്ടേയുള്ളൂ, ജിബ്രീൽ അലൈഹിസ്സലാം വിട്ടിട്ടുള്ളൂ. ഇതേപോലെ നബി തങ്ങൾ പറയാം, എങ്ങനെ ഞാൻ സന്തോഷിക്കാതെ? ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോൾ ഇവിടുന്ന് വിട്ടിട്ടേയുള്ളൂ. എന്താണ് വിഷയം?
فقال يا محمد صلى الله عليه وسلم من صلى عليك من أمتك صلاة كتب الله له بها 10 حسنات. അങ്ങയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 പ്രതിഫലങ്ങൾ അവൻ അല്ലാഹു എഴുതി വെക്കുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയിട്ടേയുള്ളൂ. അതുകൊണ്ട് റസൂലിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുവീൻ. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോഴേക്കും 10 നന്മകളാണ് ഇവിടെ എഴുതി വെച്ചത്. നന്മയുടെ ഏടിൽ 10 നന്മകളാണ് അല്ലാഹു എഴുതി വെച്ചത്. ഒരു സ്വലാത്തിന് 10 നന്മ. റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിക്കുകയാണ്, വമഹാ അൻഹു 10 സയ്യിആത്ത്. ഒരു സ്വലാത്തിന് ഈ തിന്മയുടെ ഏടുകളിൽ നിന്ന് അല്ലാഹു 10 തിന്മയെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയില്ലേ ഇപ്പോ, ആ ഒരു സ്വലാത്തിന് 10 നന്മ ഇവിടെ എഴുതി വെച്ചു, 10 തിന്മ ഇവിടെ നിന്നും വെട്ടിച്ചുരുക്കി. നമ്മുടെ നന്മയും തിന്മയും ഇങ്ങനെ തൂക്കി വെക്കാൻ. അപ്പോഴാണ് രണ്ടും ഈക്വലായി കിടക്കുന്നത്. 100 നന്മയും 100 തിന്മയും ഇങ്ങനെ ഈക്വലായി, രണ്ടും ഇങ്ങനെ അങ്ങോട്ടും താഴുന്നില്ല, ഇറങ്ങുന്നില്ല, കയറുന്നില്ല, ആ ഒരു രീതിയിൽ സമമായി ഇരിക്കാൻ. അപ്പോഴാണ് ഒരു സ്വലാത്ത് ചൊല്ലിയത് ഒരാൾ, സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇത് ചൊല്ലുമ്പോ ചെറിയൊരു താഴ്ചയല്ല വരിക. 100 ഹസനത്തുള്ള ഒരാളുടെ ഏടിൽ 110 ഹസനത്തായി. 10 കിലോഗ്രാം ഇവിടെ വർദ്ധിച്ചു. അതേപോലെ ഇവിടുന്ന് 10 തിന്മകൾ മായ്ച്ചു ഡിലീറ്റ് ചെയ്തു. എന്തായി? ഇവിടെ 90, മറ്റിടത്ത് 110 ആയി. 20 ഡിഫറന്റ് വന്നു. ഒരു ഡിഫറന്റ് ഇല്ലാത്ത സ്ഥലത്ത് 20 ഡിഫറന്റ് വന്നു. ഇവിടെ 90 ആയി, ഇവിടെ 110 ആയി. അത് മാത്രമല്ല, വീണ്ടും ഇവിടെ കൂടാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വമഹാ അൻഹു 10 സയ്യിആത്ത്. 10 തിന്മകളാണ് അല്ലാഹു മായ്ച്ചു കളയുന്നത്. വറഫഅഹു ബിഹാ 10 ദറജാത്ത്. അവന് 10 സ്ഥാനങ്ങൾ അല്ലാഹു വർദ്ധിച്ചു കൊടുക്കും. വീണ്ടും കൂടി ഇവിടെ 10 എണ്ണം, 10 സ്ഥാനങ്ങൾ അല്ലാഹു അധികരിപ്പിച്ചു കൊടുക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് ഇന്നാലിന്നൊരു പൊസിഷൻ, ഇന്നാലിന്നൊരു സ്ഥാനമാണ് നൽകാൻ ഉദ്ദേശിച്ചതെങ്കിൽ സ്വലാത്ത് ചൊല്ലിയത് കാരണം അത് 10 മടങ്ങായി അല്ലാഹു വർദ്ധിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞിട്ട് ഇവിടുന്ന് വിട്ടുപോയിട്ടേ ഉള്ളൂ. അതിന്റെ സന്തോഷമാണ് എന്റെ മുഖത്ത് പ്രകടമാവുന്നത് എന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വലാത്തിന് ഇത്ര മഹത്വം. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 തിന്മ അങ്ങോട്ട് മായ്ച്ചു കളയാ, 10 നന്മ ഇവിടെ വർദ്ധിക്കുക, 10 ദറജ സ്ഥാനം, 10 ദറജ 10 സ്ഥാനങ്ങൾ വർദ്ധിക്കുക. അത് മാത്രമാണോ? അല്ല. അതേപോലെ അവനോട് മലക്ക് പറയും, നിനക്കും അതുപോലെ ഉണ്ടാവട്ടെ. മലക്കിന്റെ ദുആവും കിട്ടി ഒരു സ്വലാത്തിന്, അതോടൊപ്പം മലക്കിന്റെ ഒരു ദുആവും കിട്ടി. ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ, ജിബ്രീലേ, വമാദാക്കൽ മലക്, ആരാണ് ആ മലക്ക്? ഒരു മലക്ക് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഒരു മലക്ക് നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. നിനക്കും ഖൈറുണ്ടാവട്ടെ, നിനക്കും ഗുണമുണ്ടാവട്ടെ എന്നൊരു മലക്ക് ദുആ ചെയ്യുമെന്നാണ്. ഞാൻ ചോദിച്ചു, വമാദാക്കൽ മലക്, ആ മലക്ക് ആരാണ്? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, ഇന്നല്ലാഹ അസ്സ വജല്ല വക്കല മലക്കൻ, ഒരു മലക്കിനെ പ്രത്യേകം ഏൽപ്പിക്കും, മില്ലദുൻ ഖൽഖിക ഇലാ അയ്യുബഅസക, താങ്കളുടെ പുനർജന്മം നടക്കുന്നതുവരെ. അന്ത്യനാൾ നടന്നു. സുവർണ്ണ കഹാരത്തിൽ 1ാമത്തെ ഊത്ത് കഴിഞ്ഞു. 2ാമത്തെ ഊത്തിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബാണ് ആദ്യം പുനർജന്മം നൽകപ്പെടുന്നത്. ആ സമയം വരെ ഒരു സ്വലാത്ത് ചൊല്ലിയവന് ദുആ ചെയ്യാൻ അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കുമെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സ്വലാത്ത്. ഇത് ആരാണ് പറഞ്ഞത്? വമായാതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഇത് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വമാ
യൻതിഖു അനിൽ ഹവാ, നമ്മെപ്പോലെ സർവറാന്ന് സംസാരിച്ച് സമയം കളയുന്നവരല്ല. അവർ സംസാരിച്ചാൽ അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. വമാ യൻതിഖു അനിൽ ഹവാ, സ്വയിഷ്ടപ്രകാരം സ്വന്തമായിട്ടൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ഇൻ ഹുവ, എന്തെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇവിടെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, ഇത് അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ്, അല്ലാഹു ചെയ്യാൻ പറഞ്ഞ വിഷയങ്ങളാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യാനും കൽപ്പിക്കുവാനും പറയാനും പറഞ്ഞ വിഷയങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബ് ചെയ്യുന്നത്, ഹബീബ് പറയുന്നത്, ഹബീബ് കൽപ്പിക്കുന്നത്. ആ ഹബീബിന്റെ പേരിൽ ഒരു സ്വലാത്ത്, സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്. അപ്പൊ ഇതൊക്കെയാണ് സ്വലാത്തിന്റെ മഹത്വങ്ങൾ. ഒരു സ്വലാത്ത് ചെല്ലുമ്പോ നമ്മുടെ ഒരു പാപം 10 പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മളൊക്കെ എങ്ങനെ നരകത്തിൽ പോവാ? നരകത്തിൽ പോവാ നമ്മളൊക്കെ എങ്ങനെയാ നരകത്തിൽ പോവാ? ഒരാളൊരു നന്മ ചെയ്താൽ 10 നന്മയായി അല്ലാഹു എഴുതി വെക്കുമെന്നാണ്, അല്ലെ? ഒരു നന്മയ്ക്ക് എത്രയാ പ്രതിഫലം? 10 പ്രതിഫലമാണ്. ഒരു തെറ്റ് ചെയ്താൽ എത്രയാ കുറ്റം? എത്രയാണ്? ഒരൊറ്റൊരു കുറ്റം. ഒരു തെറ്റ് ചെയ്താൽ ഒരു കുറ്റമാണ്, ഒരു നന്മ ചെയ്താൽ 10 പ്രതിഫലമാണ്. അപ്പൊ ഒരാള് 100 നന്മ ചെയ്താൽ അയാളുടെ ഏടിൽ 1000 നന്മയുണ്ട്. 100 തെറ്റ് ചെയ്താൽ 100 തെറ്റേ അവിടെയുള്ളൂ. നാളെ നന്മയും തിന്മയും അള്ളാഹു കണക്കാക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അവിടെ മീസാൻ എന്ന തുലാസിൽ നന്മയും തിന്മയും തൂക്കി നോക്കുമ്പോ ആരുടെ നന്മയുടെ തുലാസിനാണ് ഭാരമുള്ളത് അവൻ സ്വർഗത്തിലാണ്, തിന്മയുടെ തുലാസിന് ഭാരമുള്ളത് അവൻ നരകത്തിലാണ്. അപ്പൊ നമ്മുടെ തിന്മയുടെ തുലാസിന് എപ്പോഴാ ഭാരമുണ്ടാവുക? 10 നന്മ ചെയ്താൽ 100 നന്മ ചെയ്തതിന്റെ പ്രതിഫലം. അപ്പൊ 101 തെറ്റ് ചെയ്താലേ ഇതിനെ മറികടക്കാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ? ഒരു 10 നന്മ നമ്മൾ ചെയ്യുമ്പോ 100 നന്മയായി അല്ലാഹു എഴുതി വെക്കുമെന്ന് സ്വഹീഹായ ഹദീസാണ്. ഒരു നന്മക്ക് 10 × 10 100. 10 നന്മ ചെയ്താൽ 100 ഹസനത്ത്. എന്നാൽ അതിനെ മറികടക്കണമെങ്കിൽ 101 തെറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ 100 നന്മകളെക്കാൾ കൂടുതലും തെറ്റാണ് ചെയ്യുന്നത്. കാരണം കണ്ണ് അനിയന്ത്രിതമായി വിടുന്ന നമ്മുടെ കണ്ണുകൾ, അനിയന്ത്രിതമായി വിടുന്ന നമ്മുടെ ചെവികൾ, അനിയന്ത്രിതമായി വിടുന്ന നമ്മുടെ നാവുകൾ, നമ്മുടെ കൈകാലുകൾ, ഇതൊക്കെ ദൈനംദിനം 1000കണക്കിന് 10000കണക്കിന് തിന്മകൾ രേഖപ്പെടുത്താൻ കാരണമാവപ്പെടുന്നുണ്ട്. അപ്പൊ ഈ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം എന്താ? ഒരു ദിവസം ഒരു 100 സ്വലാത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ചൊല്ലിയാൽ 1000 തിന്മകൾ നമ്മുടെ ഏടിൽ നിന്ന് അള്ളാഹു മായ്ച്ചു കളയും. 1000 തിന്മകൾ അള്ളാഹു നമ്മുടെ തിന്മയുടെ ഏടിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അടിസ്ഥാനമാക്കി നമ്മൾക്ക് മനസ്സിലാവുകയാണ്.